അടിസ്ഥാനപരമായ കാര്യത്തിൽ പിഴവ് സംഭവിച്ചാൽ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ പിഴവ് സംഭവിച്ചാൽ, അത് പറഞ്ഞിട്ട് ശിർക്ക് ചെയ്താലും അവൻ മുസ്ലിമാകും, കാഫറാവുകയില്ല, മുശ്രിക്കാവുകയില്ല എന്ന് പറയുന്നവർ, ഇതൊക്കെ അംഗീകരിച്ചവൻ ഈ പറയുന്ന ഫുറൂഇയായ, അതായത് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലുള്ള കാര്യങ്ങളെ നിഷേധിച്ചാൽ കാഫറാകുമെന്ന് ഇവർ അംഗീകരിക്കുന്നു. ഇത് വൈരുദ്ധ്യല്ലേ എന്നാ ചോദിക്കുന്നത്. ശാഖാപരമായ കാര്യങ്ങൾ ചെയ്താൽ കാഫറാകുമെങ്കിൽ അടിസ്ഥാനപരമായ കാര്യം എതിർത്താൽ ഉറപ്പായിട്ടും കാഫറാവില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഈ വിവരദോഷികൾ അംഗീകരിക്കുന്നു, ഒരുത്തൻ മരണത്തിന് ശേഷം എന്നൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ കാഫറാണ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും അവൻ കാഫറാവുകയും കൊല്ലപ്പെടുകയും ചെയ്യണം. വഅന്നമൻ അൻകറ ശൈഅൻ മിൻ അർക്കാനിൽ ഇസ്ലാമി, ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും കാര്യം ഒരുത്തൻ നിഷേധിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, പക്ഷേ ആ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം നിഷേധിച്ചാൽ കഫറ വഖുതില വലൗ ഖാലഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോലും അവൻ കാഫറാവുകയും അവൻ കൊല്ലപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എന്നിവർ പറയുന്നു. ഫകൈഫ ലാ തൻഫഉഹു ഇദാ ജഹദ ശൈഅൻ മിനൽ ഫുറൂഇ വതൻഫഉഹു ഇദാ ജഹദ തൗഹീദ. അപ്പൊ പിന്നെ എങ്ങനെയാണ് കൂട്ടരെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് ഉണ്ടാകേണ്ടുന്ന ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നിഷേധിച്ചാൽ അവന് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉപകാരമില്ല എന്നെങ്ങനെയാണ് ഇവർ പറയുക? അതോടൊപ്പം തൗഹീദിനെ നിഷേധിച്ചവൻ അവനൊരു കുഴപ്പമില്ല എന്നും ഇവർ പറയുന്നു. അപ്പോ അസ്ല് പൊളിച്ചവൻ മുസ്ലിം, അസ്ലിന്റെ ഭാഗമായി ഉണ്ടാകേണ്ട ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ ഓൻ കാഫർ മുശ്രിക്കും. ഇതെങ്ങനെയാണ് ശരിയാവുക? അല്ലദീ ഹുവ അസാസു ദീനിർ റുസുലി വറസുഹു, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ദീനിന്റെ അടിത്തറയും അതിന്റെ അടിസ്ഥാനപരമായ വിഷയമാകുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്, റഅസാണ്, തലയാണ്. അപ്പോ അതിനെ എതിർത്താൽ അല്ലെങ്കിൽ അതിൽ തകരാറ് സംഭവിച്ചാൽ ഓൻ മുസ്ലിമാണെന്ന് പറയുകയും പിന്നെ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നിഷേധിച്ചാൽ ഓൻ കാഫറാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ്? വലാകിന്ന അഅദാ അല്ലാഹ് മാ ഫഹിമു മഅനൽ ഹദീസ്. എന്നാൽ ഈ ന്യായങ്ങളൊക്കെ പറയുന്ന ഈ വിവരദോഷികൾക്ക് നേരത്തെ അവർ ന്യായമായി കൊണ്ടുവന്ന ഉസാമയുടെ ഹദീസ്, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ യുദ്ധം ചെയ്യാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്നൊക്കെ പറയുന്ന ഹദീസുകളുടെ യഥാർത്ഥ ആശയമെന്ത് എന്ന് ഈ അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ആരാ അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്നാൽ ഇവിടുത്തെ ഹിന്ദു, ജൂതന, ക്രിസ്ത്യാനിയോ അല്ല. ഇവിടെ ശൈഖ് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുകയും നമസ്കരിക്കുകയും ജുമാസ്കരിക്കുകയും നോമ്പൊലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും സദഖ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, എന്നാൽ അതോടൊപ്പം അള്ളാഹു അന്റെ ഔലിയാക്കളോട് ദുആ ചെയ്യുന്നവനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞത്. മുശ്രിക്ക് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ അള്ളാഹുവിന്റെ ശത്രുക്കളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും എന്നിട്ട് ശിർക്ക് ചെയ്യുകയും ചെയ്യുന്ന വിവരം കെട്ടവരായ അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് ഈ ഹദീസുകളുടെ ഒന്നും അർത്ഥം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ന്യായം അവർ പറയുന്നത്. ഫഅമ്മാ ഹദീസ് ഉസാമ റളിയല്ലാഹു അൻഹു, ഇവിടെ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ തെളിവായി കൊണ്ടുവന്ന ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഫഇന്നഹു ഖതൽ റജുലൻ യദ്ദഅ അൽ-ഇസ്ലാമ ബിസ്സബബി അന്നഹു ലന്ന അന്നഹു മദ്ദഅഹു ഇല്ലാ ഖൗഫൻ അലാ ദമിഹി വമാലിഹി. അവർ കൊണ്ടുവന്ന ഹദീസ്, ഉസാമന്റെ സംഭവത്തിലുള്ള ഹദീസ് എന്താ? ഉസാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ കൊന്നു. ഉസാമ തെറ്റിദ്ധരിച്ചു ഇയാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അയാളുടെ രക്തവും അയാളുടെ സമ്പത്തും രക്ഷിക്കാൻ വേണ്ടി ആയുധം പേടിച്ചിട്ട് പറഞ്ഞതാണ് എന്ന് ഉസാമ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് നബി കുറ്റപ്പെടുത്തിയത്. അപ്പൊ ഇതിലെന്ത് മനസ്സിലാക്കാം? ഒരാൾ ദീൻ പ്രകടിപ്പിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ സാക്ഷ്യവചനം ഉച്ചരിക്കുകയും ചെയ്താൽ അവനിൽ നിന്ന് ആ സാക്ഷ്യവചനങ്ങൾക്ക് എതിരായ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എങ്കിൽ അവനെ പിന്നെ തൊടാൻ പാടില്ല. അവന് സംരക്ഷണം കൊടുക്കണം, അവന്റെ രക്തം സംരക്ഷിക്കണം, അവന്റെ സമ്പത്ത് സംരക്ഷിക്കണം, അവനെ മുസ്ലിമായി പരിഗണിക്കണം. അപ്പൊ ഇതിനർത്ഥം എന്താ? പറയുകയും അതിനെതിരായതുണ്ടാവുകയും ചെയ്താൽ അവന്റെ ദീനിനെ അവൻ തന്നെ പൊളിച്ചു, അവന്റെ ഷഹാദത്തിനെ അവൻ തന്നെ പൊളിച്ചു. വറജുലു ഇദാ അൽഹറ അൽ-ഇസ്ലാമ വജബൽ കഫു അൻഹു ഹത്താ യതബയ്യന മിൻഹു മാ യുഖാലിഫു ദാലിക. ഒരാൾ ഇസ്ലാമിനെ പ്രകടിപ്പിക്കുകയും, അതായത് പ്രത്യക്ഷത്തിൽ ഒരാൾ മുസ്ലിമായി ജീവിക്കുന്നു എങ്കിൽ അയാളെ സംരക്ഷിക്കൽ നിർബന്ധമാണ്. ഏതുവരെ? പറഞ്ഞതിനെതിരായ വല്ല കാര്യവും അയാളിൽ നിന്ന് വ്യക്തമാകുന്നതുവരെ. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരുത്തനെ മുസ്ലിമായി തന്നെ അംഗീകരിക്കണം. ഏത് കാലം വരെ? പറഞ്ഞതിനെതിരായത് അവനിൽ നിന്ന് വെളിപ്പെടുന്നതുവരെ.